പ്രശാന്തേട്ട, ഈ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം 3-ാം ദിനത്തിലേക്ക് കടന്നു. ഇന്നിപ്പോൾ ആകുമ്പോൾ 4-ാം ദിനമാവും. ഇത് നമ്മൾ ഇതുവരെ കണ്ടതുപോലെയല്ല. യുദ്ധം തുടങ്ങിയെന്ന് നമുക്ക് പറയാം. ഇസ്രായേൽ ലെബനൻ പിടിക്കുമോ? ഉറപ്പായിട്ടും പിടിക്കും. ലെബനനാണ് ലക്ഷ്യം. ലെബനനാണ് ലക്ഷ്യം. ഇസ്രായേൽ വിശാല ഇസ്രായേലാ ലക്ഷ്യം. അതിന് കയറാനിരിക്കുന്ന കുരങ്ങിന് ഏണി ചാരി കൊടുക്കുന്ന ഒരു സമ്പ്രദായമല്ലേ ഈ മന്ദബുദ്ധികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ അവിടെ കയറി അടിച്ചു. അന്ന് അവർ ഈ ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞു. ഹമാസിനെ തീർത്തു. അതിനുശേഷം അവർ യുദ്ധം തീർത്തതിന് ശേഷം അവർ വേണ്ട രീതിയിലൊരു കരാറുമായിട്ട് മുന്നോട്ട് വന്നു. ഈജിപ്തിനെ അനുവദിച്ചു, വേറെ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അനുവദിച്ചു, അമേരിക്ക ഇടപെട്ടു. ഇന്ന കരാറാണെങ്കിൽ ഞങ്ങൾ യുദ്ധം നിർത്തിയേക്കാം. അപ്പോൾ ഒക്കത്തില്ല, ഞങ്ങൾക്ക് യുദ്ധം ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പം ഇത് കണ്ടുകൊണ്ട് ഹിസ്ബുള്ള കയറി ഞങ്ങൾ കേമന്മാരാ എന്നുള്ള രീതിയിൽ കയറി അടിച്ചു. അവർ നോക്കിയിരുന്നതാ ഹിസ്ബുള്ള കയറി അടിക്കണം. അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, അവരെ അടിച്ചാൽ അവരടിക്കും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. അത് അവരുടെ യഹൂദ തിയറിയാണ്. ശത്രുവിനെ യാതൊരു കാരണവശാലും വെച്ചേക്കേണ്ട കാര്യമില്ല. അവരെന്ത് കാണിക്കുന്നോ അതേ അവസ്ഥയിൽ തന്നെ തിരിച്ചടിക്കാനുള്ള അങ്ങനെ അവർ ചെയ്യും. ഇത്രയും കാലമായിട്ട് ഇസ്രായേൽ ചെയ്ത യുദ്ധങ്ങൾ ഏതെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇസ്രായേൽ ചെയ്ത യുദ്ധങ്ങൾ തോറ്റിട്ടുണ്ടോ? ഇസ്രായേൽ ഉണ്ടായ കാലത്ത് ചെയ്ത യുദ്ധം തോറ്റിട്ടില്ല. ഈ അറബ് രാജ്യങ്ങൾ മൊത്തം കൂടെ ഒന്ന് യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ തോറ്റിട്ടില്ല. ഇപ്പോൾ ഇത് നമ്മൾ ഒന്ന് പരിശോധിക്കണം. അവിടെ എങ്ങനെയായിരുന്നു? ഹമാസിനെ അവരടിച്ചു. അവരതിൻ്റെ ഓരോ ലിസ്റ്റ് ചെയ്ത് ഓരോരുത്തരെ കൊന്നു. ഹമാസിന്റെ തലവനെ കൊന്നു. അതിൻ്റെ ഇടയ്ക്ക് അഭിപ്രായം പറഞ്ഞ ഇറാഖിന്റെ പ്രസിഡന്റിനെ കൊന്നു. അറിഞ്ഞോ? അവര് ഇറാൻ പ്രസിഡന്റിനെ കൊന്നു. അറിഞ്ഞില്ലല്ലോ? ഇറാൻ പ്രസിഡന്റിനെ കൊന്നു. അടുത്ത പ്രസിഡന്റ് അവരോധനത്തിന് വന്ന ഹമാസിന്റെ നേതാവിനെ കൊന്നോ? ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കും. അത് ഹിസ്ബുള്ള കയറി അടിച്ചു. ഇറാന്റെ സപ്പോർട്ട്. ഇറാന് അത് വലിയ ക്ഷീണമായി പോയല്ലോ. ഇറാനാണല്ലോ ഇവർക്ക് ആയുധം കൊടുക്കുന്നത്. ഇറാനാണല്ലോ ഇവർക്ക് സംവിധാനങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഇറാന്റെ പട്ടാളമാണല്ലോ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഇറാൻ അടിക്കാൻ പറഞ്ഞു, ഞങ്ങളുടെ 1 ലക്ഷം 2 ലക്ഷം ഇതിരിപ്പുണ്ട്, ഞങ്ങളുടെ തുരങ്കങ്ങൾ വലുതാണ്, ഞങ്ങളുടെ ആൾബല സംവിധാനം വലുതാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അടി തുടങ്ങിയല്ലോ. എൻ്റെ പൊന്നെ, മാലപ്പടക്കം പൊട്ടിക്കുന്ന പോലെ ഇവന്മാർ മിസൈൽ വിടുക. അവിടെ ചെന്നിട്ട് ഇത്രയും ദിവസം ചത്ത 3-4 പേരാ. അവരങ്ങോട്ട് കയറി 10-100 ബോംബർ വിമാനങ്ങൾ കയറി ബോംബിങ് അങ്ങോട്ട് ഇട്ടു. എല്ലാം അങ്ങോട്ട് നശിപ്പിച്ചു. കഴിഞ്ഞ ഒരു ദിവസം ചത്തതിന് എന്തോ കണക്ക് വല്ലതും ഉണ്ടോ? ഇവന്മാർ എന്തോ മാനുഷിക പരിഗണന ജനത്തിന് കൊടുക്കുന്നത്. ഇസ്രായേൽ ആക്രമിക്കുന്നു, ജനം മരിക്കുന്നു. ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്തോ? ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ആക്രമിക്കാൻ പോകും, അവിടുത്തെ ജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം, ആ സ്ഥലത്ത് ഹമാസിന്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ട്, ഞങ്ങൾ അവിടെ ആക്രമിക്കാൻ പോവുക. എന്നിട്ട് അവിടുന്ന് ജനം നിവർത്തികെട്ട് ഇതിനകത്ത് ഹമാസ് അല്ലാത്തതും അല്ലെങ്കിൽ ഇതിനകത്തൊന്നും പങ്കില്ലാത്തതും ഇതിനെയെല്ലാം വേണ്ടാൻ തീരുമാനിക്കുന്നതുമായിട്ടുള്ള ജനമൊക്കെ ഉണ്ട്. അങ്ങനെ ജനങ്ങൾ നിരപരാധികൾ മരിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്, പ്രായമുള്ളവർ മരിക്കുന്നുണ്ട്. ഇവർ അവരുടെ സ്വത്തും മുതലും സംവിധാനവും എല്ലാം കളഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഒരു സ്കൂളിലോ അല്ലെങ്കിൽ അതിന് സംവിധാനം ഉണ്ടാക്കിയെടുത്ത് അവിടെ ചെന്നിരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിരുന്ന് റോക്കറ്റ് വിടും. ഇവന്മാരുടെ നേതാക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ. ഏതെങ്കിലും മീറ്റിങ്ങിന് ഇവന്മാർ ഇരിക്കുവാണെങ്കിൽ അതിന്റെ മുമ്പിലും 4 കുഞ്ഞുങ്ങളെ നിർത്തിയേക്കും. കവചമല്ല, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇവന്മാർക്ക് അക്രമം നേരിടരുത്. ആക്രമിച്ചാൽ ഈ കവചമാക്കി. അത് മാനുഷിക പരിഗണനയുള്ള രാജ്യങ്ങളും ആൾക്കാരും ഇത് കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യാൻ നിൽക്കും. ഇപ്പൊ നിവൃത്തിയില്ല. സ്കൂളുകൾ അവന്മാരുടെ കേന്ദ്രങ്ങളാണ്, ജനവാസ മേഖലകൾ അവന്മാരുടെ കേന്ദ്രങ്ങളാണ്, ആശുപത്രികൾ അവന്മാരുടെ കേന്ദ്രങ്ങളാണ്. ഇങ്ങനെ യുദ്ധം ചെയ്യുന്നവനെ ലോകത്ത് ഈ ശാന്തി സമാധാനം കൊണ്ടുവരാനാണെന്നും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് പോകാനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഇപ്പൊ രണ്ടാമത് ഹമാസ് യുദ്ധം ചെയ്തു. ഹമാസ് യുദ്ധം തുടങ്ങിയല്ലോ, തിരിച്ചടിച്ചു, കരയുദ്ധം കയറാൻ പോവോ. ഗസ പിടിച്ചെടുത്തതുപോലെ ലെബനൻ അവർ പിടിക്കും. ലെബനൻ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി അറിയാം. 1918 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. അറിയാം, ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. 1918 ഫ്രാൻസിന്റെ മാൻഡേറ്റ് ആയിരുന്നു. അവിടുന്ന് ഈ നമ്മുടെ ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയമുണ്ടല്ലോ, അത് അവിടുത്തെ ആ 2 രാജ്യങ്ങളുണ്ടായ സമയത്ത് അവിടുന്ന് ആൾക്കാർ അവിടെ കുടിയേറി. അവിടുന്ന് നിവൃത്തി കെട്ട് അവിടുത്തെ ക്രിസ്ത്യാനികൾ പാലായനം ചെയ്തു. ഉള്ള സ്വത്തും സമ്പത്തും ഒക്കെ കിട്ടുന്ന പൈസയ്ക്ക് കൊടുത്തിട്ട് പാലായനം ചെയ്തു വിദേശ രാജ്യങ്ങളിൽ പോയി. ഈ വിദേശത്ത് നിൽക്കുന്ന അവരെ തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുക. അതിനുവേണ്ടി സംവിധാനം ഒരുക്കി കൊടുക്കാൻ അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ നോക്കിയിരിക്കുക. സംവിധാനമായാലും അവർ ലെബനൻ പിടിക്കുമെന്നല്ല പറഞ്ഞല്ലോ. ഇറാഖ് പറഞ്ഞു ഞങ്ങൾ യുദ്ധം ചെയ്യണം. ഇറാഖ് യുദ്ധം ചെയ്യണം. ഇറാഖ് യുദ്ധം ചെയ്യാനാണ് ഈ ഒരു രീതിയിലേക്ക് പോകുന്നത്. ഇറാഖ് ഡയറക്റ്റ് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കളിയാണ് അമേരിക്ക കളിക്കുന്നത്. അമേരിക്ക പട്ടാളക്കാരെ കൂടുതൽ ഇറക്കിയല്ലോ. കഴിഞ്ഞ ദിവസം പട്ടാളക്കാരെ കൊണ്ടിറക്കിയല്ലോ. വേക്ക് സംവിധാനങ്ങൾ മൊത്തം ഒരുക്കി നിർത്തിയേക്കും. എന്തിനാ? ഇറാഖ് അടിക്കും. ഇറാഖിനെ കൊണ്ട് അടിപ്പിക്കാനുള്ള പരിപാടിയാണ്. ലെബനിൽ കയറി ഇനിയും കരയുദ്ധത്തിലും അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ തീർക്കാൻ പോകുമ്പോഴും ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ ആരാ? ഹിസ്ബുള്ളയുടെ സ്പോൺസർ ആരാ?
ഹിസ്ബുള്ളയുടെ സ്പോൺസർ ഇറാനാണ്. ഇറാനാണ്. മനസ്സിലായില്ലേ? ഇറാൻ അപ്പോൾ ഈ അടുത്ത അടിച്ചിട്ടുള്ള കാരണം ഇറാനെ പിടിക്കും അവർ. ഇവരെവിടെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായി, കയറിയാൽ അവിടെ അവരുടെ ആസ്ഥാനോ. മനസ്സിലായി? ഇപ്പം ഈ ലെവനിലെ എന്ന് പറഞ്ഞാൽ ലെവൻ്റെ പകുതിയെങ്കിലും പിടിച്ചിട്ട് അവിടെ ആ പ്രദേശത്ത് അവിടുന്ന് പോയിട്ടുള്ളവരെ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളവരെ അവിടെ തിരിച്ചു സ്ഥാപിച്ച് അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം. കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഇത് റവല്യൂഷൻ അല്ലെങ്കിൽ പിടിച്ചെടുത്ത് പോയതാ, ഇതൊന്നും ഇവരുടെ ഒന്നും അല്ല. എന്നിട്ട് അവിടെ അത് പിടിച്ചെടുത്ത് പോയതിനു ശേഷം ഈ ഹിസ്ബുള്ള പോലെ നമ്മുടെ ഇവിടുത്തെ PFA-കാരൻ്റെ കൂട്ട് ഒരു ഗുണ്ടാ സെറ്റപ്പ്, ഈ ഗുണ്ടാ സെറ്റപ്പിന് വേണ്ട പ്രൊമോഷൻസ് കൊടുക്കുക. മനസ്സിലായി? ഹമാസ് ഒരു ഗുണ്ടാ സെറ്റപ്പ്, ഹിസ്ബുള്ള ഒരു ഗുണ്ടാ സെറ്റപ്പ്, ഹൂതി ഒരു ഗുണ്ടാ സെറ്റപ്പ്. അടുത്ത ഹൂതിയെ പിടിക്കാൻ പോകും. ഇത് കഴിഞ്ഞിട്ട് ഹൂതി എടുത്തോട്ട് പോകും. ഞാൻ നേരത്തെ ഉള്ള ടോക്കുകളിൽ പറയുന്ന പോലെ ഇസ്രായേലിന്റെ യുദ്ധം പ്രോഫിറ്റാ, വിശാല ഇസ്രായേലാ. അടുത്ത പോട്ടെ, ഈജിപ്റ്റ് പണ്ട് കളിച്ചില്ല, ഇപ്പം എന്താ കളിക്കുക? ഈജിപ്റ്റ് കളിച്ചാൽ സൂസ് കണൽ അവർ പിടിക്കും, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ വേണ്ട. അതേ രീതിയിൽ യുദ്ധം. ഇപ്പം ഇതിപ്പോൾ ആര് കിടന്നു? ഇന്നലെ ഐക്യരാഷ്ട്രസഭ വീണ്ടും കമ്മിറ്റി കൂടാൻ പോയി. ഐക്യരാഷ്ട്രസഭ കമ്മിറ്റി കൂടിയ ഇസ്രായേലിന് എന്തുവാ? ഇസ്രായേൽ ചോദിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും കയറി അടിക്കാൻ പോയോ? ഞങ്ങൾ ആരുടെയും പുറത്തു കയറാൻ പോയോ? ഞങ്ങളെയൊക്കെ ജീവിക്കാൻ മാർഗമില്ലാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് കയറി ഞങ്ങളെ ആക്രമിച്ചതിന് ശേഷം ഞങ്ങൾ നോക്കിയിരിക്കണോ? ഏതിനായോ? ഈ ഐക്യരാഷ്ട്രസഭയ്ക്കകത്തില്ല അവന്മാരുടെ സാന്നിധ്യമോ? ഇസ്ലാമിസ്റ്റുകളുടെ സാന്നിധ്യം പല തീരുമാനങ്ങളും നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലേ? ഇവിടെ ഈ ഇസ്രായേലിനെ കയറി അടിച്ചതിന് ഇസ്രായേലിനെ കയറി ഈ ഹമാസ് അടിച്ചതിന് ഇതുവരെ ഏതെങ്കിലും ഒരു ന്യായം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും ദിവസമായാലും യുദ്ധം, ഒരു കൊല്ലത്തിനപ്പുറം യുദ്ധമായല്ലോ. ഇസ്രായേലിനെ കയറി അന്ന് അടിച്ചത് കൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടായതെന്ന് ഇവിടെ ആര് ന്യായം പറയുന്നുണ്ട്? അതെന്താ ജോൺ പറയാത്തെ? അന്ന് ഈ യുദ്ധത്തിന്റെ തുടക്കം എന്തുവാണ്? അവിടെ കയറി 10,500 പേരെ നിഷ്ഠൂരം വെടിവെച്ചു വന്നിട്ട് ഇപ്പോഴും ബന്ദികളെ വിട്ടുകൊടുക്കാൻ അവന്മാർ തയ്യാറല്ലേ? 90% അല്ല, തീർന്നു. ഹമാസ് എന്ന് പറഞ്ഞ സാധനം തീർന്നു. എനിക്ക് തോന്നുന്നത് ഈ ബന്ദികളെ എവിടെ ഒളിപ്പിച്ചെന്നോ അല്ലെങ്കിൽ ബന്ദികൾ ഉണ്ടോ എന്നൊന്നും ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ തുരങ്കങ്ങൾ മൊത്തം കാലിയായി. കാരണം ഇവന്മാർ 4 വഴിക്കായി. ഈ പേജർ ആക്രമണത്തോടു കൂടി ഹിസ്ബുള്ളയെ 4 വഴിക്കായി. ഇപ്പൊ എവിടെയെങ്കിലും കിട്ടുന്ന മിസൈൽ എടുത്ത് വെച്ച് കണ്ടോ പൊട്ടിക്കുമോ? ഇവന്മാർ ചെറിയ ഗ്രൂപ്പുകളാണല്ലോ. മറ്റേതിന്റെ കൂട്ടർ ചെറിയ ഗ്രൂപ്പുകൾക്ക് ഒരു നേതാവ്, അവൻ ചത്തു കഴിയുമ്പോൾ അടുത്ത നേതാവ്. ഇപ്പൊ ഇവന്മാർക്ക് ഇലക്ട്രോണിക് സംവിധാനം ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇറാഖ് ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിക്കേണ്ടെന്ന് പട്ടാളക്കാർക്ക് ഇത് കൊടുത്തു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് വന്നു പറഞ്ഞ ശേഷം എല്ലാ തീവ്രവാദ സംഘടനകളുടെയും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ മൊത്തം ഹാക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം ഈ മൊസാദിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ മൊസാദിന്റെ ചാരന്മാർ ഇതിന്റെ ഇടയ്ക്കെല്ലാം ഉണ്ട്. ഇറാൻ പേടിച്ചിരിക്കുവോ? ഇറാൻ നിർത്തി വെച്ചിരിക്കുക. ഇവർക്ക് എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തോക്കെടുക്കുമ്പോൾ തോക്ക് പൊട്ടിത്തെറിക്കുക, ബാക്കി ടോക്കി പൊട്ടിത്തെറിക്കുക, അങ്ങനെ എന്നിട്ടും പഠിക്കത്തില്ല. എന്നിട്ടും പിന്നെ പറയാം ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു. എന്താ യുദ്ധം ചെയ്യുന്നു? ഒരുത്തം പാത്തിരുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? ഹിസ്ബുള്ളയുടെ നേതാവ്. അവന്റെ പേരെന്തോ? നസറുള്ള വെടിയിറങ്ങിയിട്ടില്ല. വെടിയിറങ്ങാൻ പേടി. അവന്റെ നസറുള്ള എവിടെ ഇരിക്കുന്നതെന്ന് അവർക്ക് അറിയാം. അവനെ വെച്ചേക്കുക. പറഞ്ഞു മനസ്സിലായി? നമുക്കറിയാം ഈ ചില സമയങ്ങളൊക്കെ കുറിച്ച് വെച്ചേക്കുന്ന പോലെ ഓരോന്നിനൊരുണ്ടല്ലോ. അപ്പൊ ഇതേ രീതിയിലാണ്. കാരണം അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. ഹിസ്ബുള്ളയുടെ കെയർ ഓഫിൽ ലെബനൻ കയറി പിടിക്കും. അതിന് അമേരിക്കയും ഇസ്രായേലും കൂട്ടായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. നിവർത്തികെട്ട് ഇറാൻ യുദ്ധത്തിലേക്ക് വരും. ഇറാൻ യുദ്ധത്തിലേക്ക് വരണമെന്നാണ് അമേരിക്ക എന്നോട്ടെ ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നില്ല. അമേരിക്കയ്ക്ക് ചില കണക്കുകളും കാര്യങ്ങളും ഒക്കെ അവരോടുണ്ട്. അതോടുകൂടി ശത്രു രാജ്യമില്ല. അമേരിക്കയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണല്ലോ. നേരത്തെ അമേരിക്കയ്ക്ക് ഭയമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഇസ്രായേലിനെ തൊടാൻ അല്ലെങ്കിൽ തൊടുന്ന് പറഞ്ഞിരിക്കും, തൊടുന്ന് പറഞ്ഞിരിക്കും. ഇപ്പം നിവർത്തിയായിട്ട് അടിപ്പിക്കും. ഒരു നിവർത്തിയില്ല വരുമ്പോൾ അടിപ്പിക്കും. എത്ര അടിക്കുന്നില്ല എന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ഇവര് ഇസ്രായേൽ പേടിച്ച് ഇസ്രായേൽ ഇപ്പം ഈ റൂട്ടിൽ കൂടെ പോകുന്നത് എന്തിനാണെന്നറിയോ? ലെബനൻ പിടിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറാൻ കയറി ഇടപെടും. ഇറാനെ കയറി അടിക്കും. ഇറാനെ നാമാവിശേഷമാക്കും. അതായത് ഈ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ ഹൂതി, ഹമാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹൂതി, ഹമാസ് തീവ്രവാദ സംഘടനകൾ ആ രാജ്യം മൊത്തം നശിപ്പിക്കും. ഇവന്മാർ ഈ രാജ്യം മൊത്തം ഇല്ലാതാവും, നാമാവിശേഷമാവും. ഈ യുദ്ധം അടുത്ത കാലത്തെങ്ങും ഇസ്രായേൽ നിർത്തുമെന്ന് വിചാരിക്കേണ്ട. നിർത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉള്ള കരാറുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പം ഇസ്രായേൽ ലെബനൻ പിടിക്കുന്ന തീരുമാനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരനായിട്ടുള്ളത് ഈ ഇറാനാണ്, ഹിസ്ബുള്ളയാണ്. അതിന് ഈ പറയുന്ന പോലെ അതായത് പശ്ചിമേഷ്യ മുഴുവൻ കലുഷിതമാണ്. അതായത് ഗാസയിൽ യുദ്ധം നടക്കുന്നു, ഇപ്പുറത്ത് പിന്നെ ഇവരിപ്പോൾ ലെബനനിലേക്ക് കയറി അടിക്കുന്നു. അപ്പം ചുരുക്കത്തിൽ എല്ലായിടത്തും
ആ ഒരു പ്രദേശം മുഴുവൻ യുദ്ധസമാനം അല്ലെങ്കിൽ യുദ്ധത്തിൽ ആണ്. അല്ല, യുദ്ധത്തിലാണല്ലോ. യുദ്ധം വേണ്ട, യുദ്ധത്തിലാണല്ലോ പറഞ്ഞാൽ ആർക്കാ യുദ്ധം വേണ്ടെന്നുള്ള, ഇസ്രായേലിന് യുദ്ധം വേണ്ടെന്നില്ല. അപ്പം ഞങ്ങൾ തോക്കാൻ തയ്യാറല്ല. ഇവിടുന്ന് കഴിഞ്ഞാൽ അങ്ങ് മേളി ഇവിടെ പോകല്ലേ, ഹൂറിയോ അവിടെ അങ്ങോട്ട് പോകല്ലേ, സ്വർഗം ഇവിടെ അല്ലല്ലോ, മേളിലല്ലേ. അപ്പോൾ അവിടെ പോയി ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ല വേറെ മാർഗ്ഗം. അപ്പോൾ അവിടെ പോയി ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ല വേറെ മാർഗ്ഗമില്ല. ഇസ്രായേലിൻ്റെ അടുത്ത് കളിച്ചാൽ അവരുടെ തത്വം അനുസരിച്ച് അവർ യഹോവയുടെ ആൾക്കാർ, അവർ യഹോവയുടെ തത്വം എന്ന് പറഞ്ഞാൽ ഏത് ശത്രു ആണെങ്കിലും ശത്രുവിനെ അതേ നാണയത്തിൽ നേരിടും. അവർ ആക്രമിക്കുന്നതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. സമാധാനമൊക്കെ അങ്ങ് യേശുക്രിസ്തുവിൻ്റെ കയ്യിലേ ഉള്ളൂ. അപ്പം അതിന് മേലുള്ള ഈ യഹോവയുടെ ഈ സമാധാനം ഇല്ല. അപ്പോൾ അതിപ്പോൾ ഇസ്രായേൽ അത് ചെയ്യത്തുമില്ല. ഇസ്രായേലിൻ്റെ തത്വം അത് തന്നെ, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, അടിച്ചാൽ തിരിച്ചടിക്കും, അടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല.